ഈ പടം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് നല്ലൊരു കോസിന് വേണ്ടിയാണ്. കോസസ് ദാറ്റ് ഐ വർക്ക് ഫോർ എ ലെപ്രസി, HIV ആൻഡ് ഡിസേബിലിറ്റി. അപ്പം ഒരു പ്രൊഡ്യൂസറായിട്ട് നല്ല പടങ്ങൾ ഇറക്കണം. അതിന് നമ്മുടെ സിദ്ദിഖ് സാറുണ്ട്. നല്ല പടങ്ങൾ ഇറക്കി മനോരഞ്ജനായിട്ട് ടു എൻ്റർടൈൻ യു പീപ്പിൾ. ബട്ട് ഐ ഹാവ് എ പെർട്ടിക്കുലർ കോസ് ഓൺ ദിസ്. ദ കോസ് ബിഹൈൻഡ് ദിസ് ഇസ് ഐ വർക്ക് ഫോർ ആൻ HIV, ലെപ്രസി ആൻഡ് ദ ഡിസബിലിറ്റി. അപ്പം ഈ പടത്തിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നല്ല ഒരു സംഖ്യ, ദാറ്റ് ഈസ് എ കോർപ്പസ് ഫണ്ട് കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് എനിക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിലോട്ട് വന്നത്. തിരിച്ചു വരുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ലെന്നതിനാ. ഇന്ന് രാത്രിയിൽ ഒരു വരവുണ്ട്, അതാണ് ഒടുക്കത്തെ വരവ്. നെക്സ്റ്റ് നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സിദ്ദിഖ് സാറിനെ ക്ഷണിക്കാം. ബാല്യകാല സുഹൃത്താണ് ജെയിംസ്. കൊച്ചിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ അടുത്താണ് ജെയിംസിനെ സംഗീത സംവിധായകനായി, ഈ സിനിമയുടെ സംഗീത സംവിധായകനായി കാണുന്നത്. അന്ന് ജെയിംസ് ഇതിൻ്റെ ഓഡിയോ ഫംഗ്ഷൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമായിരുന്നു. എൻ്റെ പഴയ സുഹൃത്ത് സംഗീതം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ഈ CD പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനെന്നെ ക്ഷണിച്ച ഇതിൻ്റെ നിർമ്മാതാവ് ശ്രീ ഷിബു ജോർജിന്, ഇതിൻ്റെ സംവിധായകൻ ജിബിന്, ജെയിംസിന്, അങ്ങനെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധർക്ക്, ഹീറോയിൻ എല്ലാവർക്കും എല്ലാ നന്മകളും വിജയങ്ങളും നേരുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇവരുടെയും സർവ്വസമ്മതത്തോടുകൂടി ഈ CD പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കാൻ സാധിച്ചത് ഈശ്വരൻ്റെയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ക്രൂസിൻ്റെ, എൻ്റെ പ്രൊഡ്യൂസറുടെയും സ്നേഹം കൊണ്ട് മാത്രമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണത്. ആക്ച്വലി ഇങ്ങനൊരു മുഹൂർത്തത്തിൽ ഞാൻ എത്തിച്ചേരുമെന്ന് എൻ്റെ ലൈഫിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരുക്കി തന്ന സിബുവിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ 3 പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. നല്ല ഇമ്പമുള്ള വരികൾ, പഴയകാലത്തെ പാട്ടുകൾ പോലെ നല്ല ഇമ്പമുള്ള കുറേ വരികൾ എഴുതി. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അത് സംഗീതം ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയരനെ വളരെയധികം കോമഡി കാണിച്ച്, ലൈഫിൽ ഏറ്റവും കൂടുതൽ കോമഡിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള പടത്തിൽ സിദ്ദിഖ് സാറിൻ്റെ ഏറ്റവും ആദ്യത്തെ പടം തന്നെ നമ്മൾ കണ്ട് ചിരിച്ച് ഒത്തിരി ചിരിക്കാനുള്ള പടങ്ങളാണ്. ജെയിംസ് സാറിൻ്റെ ഈ ഡ്രീം പ്രോജക്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേരാണ്. ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഈ പടത്തിന് ചില പുതുമകളൊക്കെ കാണാൻ കഴിഞ്ഞു. അത് നിങ്ങൾ കണ്ട് ആസ്വദിച്ച് ഇവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. കടപ്പുറത്തുകാരുടെ, കടലിൻ്റെ മക്കളുടെ കഥ പറയുന്ന ഒരു ചെറിയ സിനിമയാണ്. ഇതിൽ 4 പാട്ടുകളാണുള്ളത്. അത് ചിത്രത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ തന്നെയാണ് എല്ലാ ഗാനങ്ങളും കയറി വരുന്നത്. അതിന് വളരെ ലളിതമായ രീതിയിൽ അതിമനോഹരമായി തന്നെ ഇതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ ജെയിംസ് പാറ്റക്കാട്ട് സാറ് അതിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ സ്നേഹേന്ദ്രൻ എഴുതിയാണ് ഒരു ഗാനം എഴുതിയിട്ടുള്ളത്. പിന്നെ മറ്റ് 3 ഗാനങ്ങൾ എഴുതാനുള്ളൊരു ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കിയാണ്. കാരണം ഒരു തുടക്കക്കാരൻ നിലയിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്, വിജയ് ജോസ് പാടിയിട്ടുണ്ട്, സലീൻ ജോസ് പാടിയിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഞാൻ വൈപ്പിൻകരയിൽ ഞാറക്കൽ എന്ന് പറയുന്ന ദേശത്താണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും കടലിൻ്റെ മക്കളുടെയും കഥ പറയുന്ന ഈ സിനിമയിൽ അഭിനയിക്കാൻ എനിക്കും ചെറിയൊരു അവസരം കിട്ടി, നായികയുടെ അച്ഛനായിട്ടാണ്. നമസ്കാരം. ഇത്രയും വിശിഷ്ട വ്യക്തികൾ സംസാരിച്ച ഈ വേദിയിൽ ഞാൻ സംസാരിക്കുന്നതിനൊരു പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. എന്നാൽ കൂടി ഈ പൊന്നരയൻ എന്ന മൂവിയുടെ ഒരു നായിക ആ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ ഒരു തുടക്കം, എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പൊന്നരയനാണ്. അപ്പോൾ എൻ്റെ ഈ തുടക്കം എന്ന് പറയുന്നത് ഒരു സോമനഹള്ളി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് കൂടി ആയിത്തീർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പടത്തിന്, ഈ ഗാനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ടും നന്ദി, നമസ്കാരം. ഈ പൊന്നരയൻ എന്ന് പറഞ്ഞ മൂവിയിൽ എനിക്ക് ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ദാസ് സാറിൻ്റെയും ചിത്ര ചേച്ചിയുടെയും വിജയേഷുദാസിൻ്റെയൊക്കെ കൂടെ എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്ന ജെയിംസ് സാറിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു.